നമുക്ക് വന്നൊരു ഡൗട്ടാണ്, സാർ SSC സ്റ്റെനോ എങ്ങനെയാണ് CGL പോലെ ടഫായിരിക്കുമോ? അതിനാരും അധികം പറയുന്നില്ല, അതിന് ഐഡിയ. ഓക്കെ, ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ എക്സാം എന്ന് പറയുന്നത് നമ്മളുടെ SSC നടത്തുന്ന ഒരു എക്സാമാണ്. CGL പോലെ അത് ടഫായിരിക്കത്തില്ല. SSC സ്റ്റെനോഗ്രാഫർ എക്സാമിന് നമുക്ക് സ്റ്റെനോഗ്രാഫി പഠിക്കേണ്ടി വരും. സ്റ്റെനോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതൊരു ലാംഗ്വേജ് ആണ്. സ്റ്റെനോഗ്രാഫി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് വേറൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്പീഡ് വേണം നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ സ്റ്റെനോഗ്രാഫി ലാംഗ്വേജിലോട്ട് മാറ്റിയിട്ട് പിന്നെ തിരിച്ച് ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യണം, അത് നമ്മുടെ നോർമൽ ഇംഗ്ലീഷിലോട്ട് അല്ലെങ്കിൽ ഹിന്ദിയിലോട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റെനോഗ്രാഫി നമ്മൾ പഠിക്കണം. ഒരു 5-6 മാസം കൊണ്ട് നല്ല സ്പീഡാക്കേണ്ട ഒരു ഒരു സ്കില്ലാണ്. അപ്പോൾ ഇതിനകത്ത് എക്സാമിനകത്ത് നമുക്ക് വലിയ പ്രയാസമില്ല. Tier 1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ഇതേ ഉള്ളൂ. അതിനകത്ത് GK, ഇംഗ്ലീഷ്, റീസണിങ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാത്സ് ഇതിനകത്ത് GKയും റീസണിങ്ങും 50-50 വെച്ച് അങ്ങനെ 200-ലാണ് നമ്മളുടെ മാർക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്റ്റെനോഗ്രാഫി എക്സാമിന് നിങ്ങൾക്ക് നോർമൽ SSCയുടെ പ്രിപ്പറേഷൻ മതി. പക്ഷേ ഈ ഒരു സ്കിൽ ടെസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. പിന്നെ ജോലിയിൽ ഇതിൻ്റെ വേക്കൻസി കുറച്ച് കുറവായിരിക്കും. CGL പോലെ അത്ര വേക്കൻസി ഇല്ല, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ജോലിയാണ്. അപ്പോൾ അതും കേരളത്തിൽ വേക്കൻസി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അത് എന്തായാലും ഒരുപാടില്ല. അപ്പോൾ ചോദിച്ചതിന് ഇത് ഇത്രയേ ഉള്ളൂ. അതിനാരും അധികം പറയാത്തത് എന്തുകൊണ്ടാണ്, അതിന് വേക്കൻസി കുറവായതുകൊണ്ടാണ്. പിന്നെ ഈ സ്റ്റെനോഗ്രഫി പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സ്കില്ലുള്ളവർ കുറവായിരിക്കും. പിന്നെ സ്റ്റെനോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PSC വഴിയായാലും റെയിൽവേയിലൊക്കെ സ്റ്റെനോഗ്രാഫറിൻ്റെ പോസ്റ്റുണ്ട്. സ്റ്റെനോഗ്രഫി പഠിക്കേണ്ട ആവശ്യമുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് CGL ലെവലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിലൂടെ പാസ്സാവേണ്ടി വരും. അതിന് ഡിഫറൻറ്റ് സ്പീഡുണ്ട്. ഗ്രേഡ് Cയും Dയും അങ്ങനെ ഉണ്ട്. കൂടുതൽ സ്പീഡുണ്ടെങ്കിൽ കൂടുതൽ പേ ലെവലിലോട്ട് കയറാൻ പറ്റും. പേ ലെവൽ 6-ലോട്ടൊക്കെ ഡയറക്റ്റ് എൻട്രി കിട്ടും. പിന്നെ പ്രൊമോഷനൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്, കുഴപ്പമില്ല. ഓക്കെ.